ഇതിഹാസങ്ങളുടെ നാടാണല്ലോ നമ്മുടെ കേരളം. അപ്പോൾ ഈ കോവയ്ക്കയ്ക്ക് പിന്നിലും, അതായത് ഈ കാണുന്ന കോവയ്ക്കയാണ്, കോവയ്ക്ക ഐവി ഗാർഡ് എന്നാണ് ഇംഗ്ലീഷിൻ്റെ പേര്. ഇത് വളരെ അയണും മറ്റു ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമായ ഒരു ഫലമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലും നമുക്കൊരു ഐതിഹ്യമുണ്ട്. അതായത് പ്രശസ്തമായ പറയിപെറ്റ പന്തിരുകുലത്തിലെ വരരുചിയുടെ ഒരു ഇതിഹാസപുത്രനാണ് പാക്കനാർ. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം ഇവർ ആ മരണത്തിൻ്റെ വാർഷികാഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ജ്യേഷ്ഠനായ അഗ്നിഹോത്രിയുടെ വീട്ടിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടുക ഒരു പതിവുണ്ടായിരുന്നു. ഈ വാർഷിക ചടങ്ങിന് വരുമ്പോൾ ഈ സഹോദരന്മാരെല്ലാം അവരവർക്ക് കഴിയുന്നത്രയും സാധനങ്ങൾ കൊണ്ടുവരണം. കാരണം ആ ചടങ്ങിൽ വിളമ്പാനായിട്ട് ഇവരവർ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് വിളമ്പുന്നത്. അങ്ങനെ പാക്കനാരും ഒരു ഐറ്റം കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ പാക്കനാർ കൊണ്ടുവന്ന ഐറ്റം അഗ്നിഹോത്രിയുടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. അവരത് തുറന്നു നോക്കിയപ്പോൾ അത് പശുവിൻ്റെ മുലക്കാമ്പായിരുന്നു. ചോരയിലൊലിക്കുന്ന പശുവിൻ്റെ മുലക്കാമ്പ് കണ്ട മാത്രയിൽ തന്നെ അഗ്നിഹോത്രിയുടെ ഭാര്യ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് പാക്കനാർ ഒഴികെയുള്ള മറ്റുള്ളവർ കൊണ്ടുവന്ന എല്ലാ ഐറ്റവും വിളമ്പുകയും എന്നാൽ പാക്കനാർ കൊണ്ടുവന്ന വിഭവം മാത്രം വിളമ്പാതിരിക്കുകയും ചെയ്തുകൊണ്ട് പാക്കനാർ അത് അന്വേഷിച്ചു. അഗ്നിഹോത്രിയുടെ ഭാര്യയോട് ചോദിച്ചു, ഞാൻ കൊണ്ടുവന്ന വിഭവം എവിടെ? അപ്പോൾ അഗ്നിഹോത്രിയുടെ ഭാര്യ പറഞ്ഞു, ബ്രാഹ്മണന്മാർ കൂടി പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ പശുവിൻ്റെ മാംസം ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന്. എന്നാൽ പാക്കനാർ പറഞ്ഞു, നിങ്ങൾ വലിച്ചെറിഞ്ഞ ആ സ്ഥലത്തേക്ക് ഒന്ന് നോക്കൂ എന്ന്. അഗ്നിഹോത്രിയുടെ ഭാര്യ ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഈ പശുവിൻ്റെ മുലക്കാമ്പിന് സാമ്യമുള്ള, അതായത് ഈ കോവയ്ക്ക അവിടെ വളർന്നു നിൽക്കുന്നു. ഇക്കാര്യം പാക്കനാരെ അറിയിച്ചപ്പോൾ പാക്കനാർ അത് അടർത്തിയെടുത്ത് കറിവെച്ച് നൽകാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് കോവയ്ക്കയുടെ പിന്നിലെ ഐതിഹ്യം. ഈ കോവയ്ക്ക പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് ബിംബിക, രക്തഫല, തുണ്ടികേരി എന്നീ സംസ്കൃത പേരുകളിലും ഇത് അറിയപ്പെടും. ഇതിന് ധാരാളം പ്രോട്ടീനും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നല്ല ഒരു അയൺ കണ്ടൻറ്റും കൂടി അടങ്ങിയിട്ടുള്ള ഒരു വിഭവമാണ് ഈ കോവയ്ക്ക. കോവൽ ചെടിയുടെ വള്ളികളാണ് സാധാരണഗതിയിൽ നടാറുള്ളത്. ഇത് നല്ല സൂര്യപ്രകാശവും അധികം വെള്ളക്കെട്ടില്ലാത്തതുമായ സ്ഥലത്ത് നന്നായി വളരുന്ന ഒരു ഫലവർഗ്ഗമാണ്.